ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടീച്ചറമ്മ സീരിയലിലെ നാളത്തെ ക്ലൈമാക്സിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ട പരമ്പര നാളെയാണ് നമ്മുടെ ക്ലൈമാക്സിലേക്ക് ആവുന്നത്. അങ്ങനെ വീണയുടെയും അതുപോലെ തന്നെ ജോണിൻ്റെയും വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാട്ടോ. അങ്ങനെ വീണയും ജോണും കൂടി അവരുടെ പഴയകാല ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജോൺ ആണെങ്കിൽ ചെറുപ്പത്തിൽ വീണയുടെ തോളത്ത് കൈ ഇങ്ങനെ വെച്ചിട്ടൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ വീണ പറയുന്നുണ്ട്, ഈ തോളത്ത് കൈയിട്ടിക്കണ കണ്ടാൽ തന്നെ അറിയാം എൻ്റേത് മാത്രമാണ് നീ എന്ന രീതിയിലല്ലേ. അതെ, ഇപ്പോൾ അതേപോലെ തന്നെയല്ലേ നമ്മളിരിക്കുന്നത്. അതെ എന്ന് പറയാണ്. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം വീണനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ജോൺ. അപ്പോൾ അവരുടെ കുടുംബജീവിതം അങ്ങനെ സന്തോഷകരമായിട്ടോ. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ കനിയും അതുപോലെ തന്നെ ടീച്ചറും മേരി ടീച്ചറും റെജി എല്ലാവരും കൂടി വരുന്നുണ്ട്. വന്നിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട്, അതാദ്യം നിങ്ങൾ തന്നെ പറയാമെന്ന് വിചാരിച്ചു എന്ന് പറയാണ്. അതെന്താ സന്തോഷ വാർത്ത എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ റെജിയുടെയും അതുപോലെ തന്നെ സുജിയുടെയും വിവാഹമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ അവരുടെ വിവാഹ തീയതി ഉറപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ആദ്യ ലെറ്റർ തരാൻ വേണ്ടിയിട്ട് ഇവരെ തന്നെ വിളിക്കാട്ടോ. പുതുമണവാളനും മണവാട്ടിയല്ലേ, അപ്പോൾ ആദ്യം നിങ്ങൾ തന്നെ വേണം വിവാഹത്തിന് ക്ഷണിക്കാനെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിവാഹത്തിൻ്റെ ആ ഒരു ക്ഷണക്കത്തെ ഏൽപ്പിക്കുകയാണ്. രണ്ടുപേരും പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തിക്കോളാം എന്നൊക്കെ പറയണം. അതിനുശേഷം വീണ തൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എല്ലാം ശുഭമായിട്ട് അവസാനിച്ചു, അമ്മ മാത്രം ഇനി വീട്ടിൽ ഒറ്റപ്പെട്ടു പോകും എന്നൊരു വിഷമം നമ്മുടെ വീണയ്ക്കുണ്ട് കേട്ടോ. എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും വീണ ആ കാര്യം നമ്മുടെ ജോണിനോട് പറയുന്നുണ്ട്. പാവം അമ്മ ഒറ്റപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടിയിട്ടേയില്ല. അച്ഛൻ അമ്മേനെ ചെയ്ത ക്രൂരതകളൊക്കെ അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഞാനതെല്ലാം കേട്ടത്. സത്യം പറഞ്ഞാൽ സാറിനെയും കൃഷ്ണ സാറിനെയും അമ്മേനെ ഒന്നിപ്പിക്കണമെന്ന് എനിക്കും വല്യമ്മ അമ്മക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് പറയണം. അത് കേൾക്കണ ജോൺ പറയുന്നുണ്ട്, ഞങ്ങളും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടോ. അമ്മ പറഞ്ഞിട്ടുണ്ട് സരസ്വതി ടീച്ചറെ കൃഷ്ണ സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, ടീച്ചർക്കും സാറിന് ഇഷ്ടമൊക്കെ ആയിരുന്നു. എടോ, വയസ്സാം കാലത്താണെന്നുണ്ടെങ്കിലും പ്രായമായി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, വിവാഹം എപ്പോൾ വേണമെങ്കിലും കഴിക്കാടോ. നമ്മുടെ നാട്ടിലെ കാര്യം താൻ ചിന്തിക്കണ്ട. പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ എത്ര വയസ്സ് കഴിഞ്ഞാലും അവരൊന്നിക്കാറുണ്ട്, അതുപോലെ നമുക്കിത് നോക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അതിന് രാധേച്ചിയും മഹേഷേട്ടനും സമ്മതിക്കണ്ടേ. ഇപ്പോൾ മഹേഷേട്ടന് ചെറിയൊരു മാറ്റമുണ്ട്, രാധേച്ചിയാണ് ഒട്ടും സമ്മതിക്കാത്തത്. അത് ഏട്ടൻ പറഞ്ഞാൽ സമ്മതിക്കോടോ. തൻ്റെ അമ്മക്കൊരു കൂട്ട്, കൃഷ്ണസാറിനെ പോലത്തൊരു കൂട്ട്, അത് അത്യാവശ്യമാണ്. സാറിൻ്റെ അവസ്ഥ അറിയാലോ, എത്ര വർഷമായി തൻ്റെ അമ്മേനെ സ്നേഹിച്ച് തൻ്റെ അമ്മക്ക് വേണ്ടി അമ്മേനെക്കുറിച്ച് ആലോചിച്ച് മാത്രമാണ് സാർ ഇത്രയും നാൾ ജീവിച്ചത്. അതുകൊണ്ട് സാറിനും ഒരു കൂട്ടൊക്കെ വേണ്ടേ. ഇപ്പോൾ സാറ് മാധവത്തിലുണ്ട്, നമുക്കതും കൂടി തീരുമാനിച്ചാലോടോ. ഇതിനി തൻ്റെ അമ്മയുടെ സമ്മതം ഒന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ല. കൃഷ്ണ സാറിന് 100 വട്ടം സമ്മതമായിരിക്കും. അത് ശരിയാണ്, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞ് അവസാനം അമ്മ ഞങ്ങളെ വഴക്ക് പറയുമോ? അങ്ങനെയൊന്നുമില്ല, കനിയുടെ അടുത്ത് കാര്യങ്ങൾ പറയാം, അവൾ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്തോളും എന്ന് പറയണം. അങ്ങനെ കനിയെടുത്ത് ഈ ഒരു ആശയം പറയണ്ട കേട്ടോ. നമ്മുടെ സരസ്വതി ടീച്ചറിനെയും കൃഷ്ണ സാറിനെയും ഒന്നിപ്പിക്കുന്ന ആശയം കനി പറയാണ്. ഇതെനിക്ക് മുമ്പേ ഒരു ആലോചന ഉണ്ടായിരുന്നു, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ മഹേഷ് ചേട്ടനും രാധേച്ചിയാണല്ലോ ഒട്ടും സമ്മതിക്കാത്തത്. ഇനി അവരുടെ സമ്മതമൊന്നും നോക്കണ്ട. പിള്ളേർക്ക്, നിങ്ങൾ മക്കൾ 3 പേർക്ക് വേണ്ടി എത്രമാത്രം ഇളയമ്മ കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇളയമ്മക്ക് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്, മക്കളുടെ കടമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനിയാണെന്നുണ്ടെങ്കിൽ മുൻകൈ എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടീച്ചറിനെയും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണ സാറിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരുടെ വിവാഹം ഒന്നും കാണിക്കില്ല, പക്ഷേ അവരും ഒന്നാകുമെന്ന രീതിയിലാണ് നമുക്ക് ക്ലൈമാക്സിൽ എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളത്തെ ക്ലൈമാക്സ് എപ്പിസോഡ് കണ്ടിട്ട് അതിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടി ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.